താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷം. ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജി തന്നിട്ടില്ലെന്ന് രമേശ് പിഷാരടി. പ്രസിഡന്റ് സ്ഥാനവും സംഘടനാ അംഗത്വവും രാജിവെച്ചെന്നാണ് ശ്വേതാ മേനോൻ ജനറൽ ബോഡി യോഗത്തിന് ശേഷം പറഞ്ഞത്. എന്നാൽ ഔദ്യോഗികമായി രേഖാമൂലം രാജി ആരെയും അറിയിച്ചിട്ടില്ലെന്നും ശ്വേതായും കൂട്ടരും പൊതുസമൂഹത്തെ ഉൾപ്പെടെ പറ്റിച്ചുവെന്നും ഭാരവാഹികൾ. ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിൻ്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷേ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. ഈ പ്രഖ്യാപിക്കുന്ന ജനറൽ ബോഡിയിലാണ്. ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് രാജി പ്രഖ്യാപിക്കണം. അത് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, സംഘടനയിലെ അംഗത്വവും രാജിവെച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിച്ചതും ഞാൻ അവർ രാജിവെക്കുന്നു, എൻ്റെ പ്രാഥമിക അംഗത്വം തന്നെ രാജിവെക്കുന്നു. തൊട്ടടുത്ത ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ഐ ആം ഔട്ട്, ഐ ആം നോട്ട് ഇൻ അമ്മ എന്ന് പറയുന്നത്. അമ്മയിൽ തന്നെ ഇല്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഇന്നേ ദിവസം വരെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മാധ്യമങ്ങളുടെ അറിവ് മാത്രമേ ഞങ്ങൾക്കും. ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാൻ അന്ന് പറയണമായിരുന്നു. ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറയുന്നത്. അത് മോശമല്ലേ? അപ്പോൾ നിങ്ങളെ ആരാണ്, ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? അതാണ് തിയോഫിൻ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെച്ചു എന്നായിരുന്നു അമ്മ യോഗത്തിന് ശേഷം പുറത്തെത്തി മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. ഭാരവാഹിത്വം മാത്രമല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും. പക്ഷേ മറിച്ചാണ് കാര്യങ്ങൾ, രാജി തന്നിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് അതിനുള്ളിൽ, അല്ലേ? അജിംഷാദ്, യഥാർത്ഥത്തിൽ ഒരു ഭരണ പ്രതിസന്ധി എന്ന് തന്നെ വേണമെങ്കിൽ അമ്മയിലെ ഇപ്പോഴത്തെ അവസ്ഥ വേണം നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 21-ാം തീയതി നടന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് ഈ വലിയ വിമർശനങ്ങൾ ഭരണസമിതിക്ക് നേരെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് രാജ്യപ്രഖ്യാപനം നടത്തിയത്. വൈകാരികമായുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതല്ലാതെ ഔദ്യോഗികമായി സംഘടനയുടെ ബൈലോ പ്രകാരം ചുമതല ഒഴിയുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ശ്വേതാ മേനോൻ സ്വീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായി രാജി ഇമെയിൽ മുഖേന സംഘടനയ്ക്ക് നൽകിയിട്ടില്ല, സെക്രട്ടറിക്ക് നേരിട്ട് കൈമാറിയിട്ടില്ല. അതല്ലെങ്കിൽ പിന്നെ ഈ അഡ്ഹോ കമ്മിറ്റി വരുമ്പോൾ അഡ്ഹോ കമ്മിറ്റിക്ക് നൽകുകയെങ്കിലും ചെയ്യണം. അങ്ങനെ യാതൊരു രീതിയിലും രാജി നൽകിയിട്ടില്ല. ഇപ്പോൾ രാജി വെച്ചതായി അവർ പറയുന്നുമില്ല. അതുതന്നെയുമല്ല, ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിക്ക് പൂർണ്ണമായി തന്നെ ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ഇമെയിലിൻ്റെ ആക്സസ് പോലും നേരത്തെ നൽകിയിരുന്നില്ല, അത് ഇന്നാണ് കിട്ടിയതെന്നാണ് ഈ അഡ്ഹോ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി രൂക്ഷമാണ്. ഇനിയിപ്പോൾ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ വൈകാരികമായി പറഞ്ഞ് താൻ രാജിവെക്കുന്നു, സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാജിവെക്കുന്നു, എല്ലാ ഭരണസമിതി അംഗങ്ങളും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ശേഷം ശ്വേതയും കൂട്ടരും ഇതുവരെ ഔദ്യോഗികമായി രാജി നൽകിയിട്ടില്ല എന്നതാണ് പ്രതിസന്ധി. അജിംഷാദ്. ശരി തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.